ഏറെ ഭീകരമാണ് ആ കാഴ്ച. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഇന്ത്യ കൈവിടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അഫ്ഗാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ 2 വിമാനങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ്. അടിയന്തര യാത്രയ്ക്ക് തയ്യാറാകാൻ എയർ ഇന്ത്യ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് കാബൂളിലേക്കുള്ള വിമാനം ഉച്ചയ്ക്ക് 12:30 കാബൂളിലേക്ക് യാത്ര തിരിക്കും. രാത്രി 8:30 പുറപ്പെടാനിരുന്ന വിമാനത്തിന്റെ സമയമാണ് ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നത്. അടിയന്തര യാത്രയ്ക്കായി വിമാനങ്ങൾ പറത്താൻ തയ്യാറായിരിക്കണമെന്നാണ് എയർ ഇന്ത്യക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 വിമാനങ്ങൾക്കാണ് തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാബൂളിലെ സ്ഥിതി വഷളായതിനെ തുടർന്ന് രാത്രി 8:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ സമയം ഉച്ചയ്ക്ക് 12:30 മാറ്റിയിട്ടുണ്ട്. കണക്ക് പ്രകാരം 1500ഓളം ഇന്ത്യക്കാരാണ് അഫ്ഗാനിൽ ഉള്ളത്. ഇതിൽ 129 യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം ഞായറാഴ്ച രാത്രി ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു. താലിബാനുമായുള്ള സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം അഫ്ഗാൻ വിടാൻ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അഫ്ഗാനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും പ്രതിനിധികളുടെയും ജീവൻ അപകടത്തിലാക്കാൻ താലിബാന് അവസരം നൽകില്ലെന്നും അതിനായി ഇന്ത്യൻ വിമാനങ്ങൾ തയ്യാറാണെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ദ്രുതഗതിയിലുള്ള സംഭവവികാസങ്ങൾ കേന്ദ്ര സർക്കാർ അതിസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കാബൂളിലെ ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരുടെ ജീവൻ തങ്ങൾ അപകടത്തിലാക്കില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായി വന്നാൽ വ്യോമസേനയുടെ C-17 വിമാനവും ഇന്ത്യക്കാരെ അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനായി ക്രമീകരിച്ചിട്ടുണ്ട്. അഫ്ഗാനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും പ്രതിനിധികളുടെയും ജീവൻ അപകടത്തിലാക്കാൻ താലിബാന് അവസരം കൊടുക്കില്ലെന്നും ഇതിനായി ഇന്ത്യൻ വിമാനങ്ങൾ തയ്യാറാണെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അഫ്ഗാൻ ഇനി അറിയപ്പെടുക ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ നിന്നും പ്രഖ്യാപനം ഉടനെന്നും താലിബാൻ അറിയിച്ചു. അഫ്ഗാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് ദേശീയ പതാക നീക്കി പകരം താലിബാൻ പതാക സ്ഥാപിച്ചിരുന്നു. താലിബാൻ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ച അന്തിമഘട്ടത്തിലാണ്. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന ഓഫീസുകളുടെ നിയന്ത്രണവും താലിബാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭരണത്തിന് 3 അംഗ താൽക്കാലിക സമിതിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ താലിബാൻ അംഗമുണ്ട്. മുൻ പ്രധാനമന്ത്രി ഗുൽബുദ്ദീൻ ഹെക്മത്വാർ, അബ്ദുള്ള എന്നിവരും സമിതിയിൽ ഉൾപ്പെടുന്നു. ഇന്നലെയോടെയാണ് കാബൂൾ താലിബാൻ പിടിച്ചടക്കി പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.